FCRA ഭേദഗതി ബിൽ സംബന്ധിച്ച ആശങ്കകളുടെ പശ്ചാത്തലത്തിൽ ജൂൺ 28-ന് ദേശീയ പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്ത് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി 2026-ലെ മൺസൂൺ പാർലമെന്റ് സമ്മേളനത്തിൽ പരിഗണിക്കപ്പെടാനിരിക്കുന്ന FCRA ഭേദഗതി ബിൽ രാജ്യത്തെ സഭകളും ക്രൈസ്തവ സ്ഥാപനങ്ങളും നടത്തുന്ന വിദ്യാഭ്യാസ, ആരോഗ്യ, ജീവകാരുണ്യ, സാമൂഹിക സേവന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ആശങ്കയാണ് സഭ മുന്നോട്ടുവെക്കുന്നത്. ഹൈദരാബാദ് മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പും CBCA പ്രസിഡന്റുമായ കർദിനാൾ ആന്റണി പൂള ഇന്ത്യയിലെ എല്ലാ മെത്രാന്മാർക്കും, വൈദികർക്കും, സന്യസ്തർക്കും, അൽമായ വിശ്വാസികൾക്കുമായി അയച്ച സർക്കുലറിലാണ് ദേശീയ പ്രാർത്ഥനാ ദിനത്തിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. രാജ്യത്തിനും ഭരണാധികാരികൾക്കും സഭയുടെ സേവന സ്വാതന്ത്ര്യത്തിനുമായി പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് കർദിനാൾ ആവശ്യപ്പെട്ടു. പരിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ ആരാധന, ജപമാല, പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ, ഉപവാസം എന്നിവയിലൂടെ ദൈവത്തിന്റെ ജ്ഞാനവും മാർഗനിർദ്ദേശവും സംരക്ഷണവും തേടണമെന്നും CBCA ആഹ്വാനം ചെയ്തു. ക്രൈസ്തവ സഭകളുടെയും സംഘടനകളുടെയും പങ്കാളിത്തത്തോടെ ഐക്യ പ്രാർത്ഥനാ സംഗമങ്ങൾ സംഘടിപ്പിക്കുവാനും നിർദ്ദിഷ്ട നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള ആശങ്കകൾ രേഖപ്പെടുത്തിയ നിവേദനങ്ങൾ തയ്യാറാക്കി ജനപ്രതിനിധികൾ മുഖേന കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുവാനും സർക്കുലർ നിർദ്ദേശിക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചുനിന്ന് രാജ്യത്തിന്റെ സമാധാനത്തിനും നീതിക്കും പൊതുനന്മയ്ക്കുമായി പ്രവർത്തിക്കണമെന്ന് വിശ്വാസികളെ ആഹ്വാനം ചെയ്ത കർദിനാൾ ആന്റണി പൂള ജൂൺ 21-ന് രാജ്യത്തെ എല്ലാ ദേവാലയങ്ങളിലും ആരാധനാ കേന്ദ്രങ്ങളിലും സർക്കുലർ വായിച്ച് ദേശീയ പ്രാർത്ഥനാ ദിനത്തിൽ വിശ്വാസികളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അഭ്യർത്ഥിച്ചു. നാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.